വെൽക്കം ടു ജെല്ലീസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന റെസിപ്പി ഉള്ളി തീയലാണ്. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചിരകി വെച്ചിരിക്കുന്ന ഒരു 3/4 കപ്പോളം തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വറുത്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുക്കണം, നന്നായിരിക്കും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഈ ക്രമത്തിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ മുരിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ഒന്നും ചേർത്ത് കൊടുക്കാം. അതിൽ പൊടി കരിഞ്ഞു പോകും. ശേഷം ഇത് അരച്ചെടുക്കാനായിട്ട് അരപ്പ് തയ്യാറാക്കണം. മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെച്ച് അതിനുശേഷം ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് കടുക്, വേപ്പില, മുളക് ഇട്ട് ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കണം. മുളക് 2ആയിട്ട് മുറിച്ചത്, വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ചെറുള്ളിയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഉള്ളിയുടെ കൂടെ വേണമെങ്കിൽ 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോഴത്തേക്കും അരപ്പ് അരച്ചെടുക്കാം. നന്നായിട്ട് ഉള്ളി മൊരിഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞാൻ വറുത്തരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ അരപ്പ് നന്നായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുമെന്ന് പറയും. ആ പരുവത്തിലാവണവരേക്കും നമ്മളൊന്ന് അരപ്പൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആയി കഴിയുമ്പോൾ വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം അരിച്ചെടുത്ത് ഒരു ചെറുനാരങ്ങയുടെ അളവിൽ ഈ വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വെള്ളം പോരാ എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം കുറവാണെന്ന് തോന്നിയോണ്ട് ചെയ്യണതാണ്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ഉള്ളിക്കറി അങ്ങനെ റെഡിയായി. ഇതാണ് എൻ്റെ ഉള്ളിത്തീയൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.